ബലിപ്പെരുന്നാളൊക്കെ ഇങ്ങ് എത്തിയില്ലേ. അപ്പോൾ ബലിപ്പെരുന്നാളിൻ്റെ തലേന്നുള്ള നോമ്പ് അറഫാ നോമ്പ് പിടിക്കാനായിട്ട് ഞാനിന്ന് 3:45 എണീറ്റിട്ടുണ്ടായി. അങ്ങനെ പല്ലൊക്കെ ബ്രഷ് ചെയ്തിട്ട് ഞാൻ അത്താഴം കഴിക്കാനായിട്ട് ഇരുന്നു. പിന്നെ അത്താഴത്തിന് കഴിക്കാനായിട്ട് അപ്പവും ചമ്മന്തിയും പിന്നെ പാലുമായിരുന്നു കേട്ടോ. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തപ്പോൾ ഞാൻ നിസ്കരിച്ചിട്ട് കുറച്ച് നേരം നിസ്കരിച്ച് ഖുർആൻ ഓതിയിട്ട് കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് സ്കൂളും മദ്രസയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചധികം നേരം കിടക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കിടന്നിട്ട് എണീച്ചത് 9:15 ആയപ്പോഴാണ്. പിന്നെ ഇന്ന് നോമ്പൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് അധികം തന്നെ കാര്യങ്ങളൊന്നും ഇല്ല. കളിക്കാൻ പോയാൽ നല്ല ക്ഷീണം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു അടങ്ങി ഇന്ന് ഡ്രോയിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനതൊരു എന്തിന് പറയുക ആനിമേ ഗേൾ എന്നാണ് തോന്നുന്നു. അങ്ങനെ അത് ഞാൻ വരച്ചു. നല്ല പാടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വെറുതെ ഇരിക്കുന്നതിനേക്കാളും നല്ലത് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ഞാനത് ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ കലാവിരുന്നെന്ന് പറയാം കേട്ടോ. പിന്നെ ഞാനും ഉമ്മയും കൂടെ വൈകുന്നേരം ഇല മുറിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. വാഴയില ചക്കയട ഉണ്ടാക്കാനായിട്ട് മുറിക്കാനായിട്ട് പോയത്. അങ്ങനെ അതൊക്കെ മുറിച്ചിട്ട് ഉമ്മയെ സഹായിച്ച ക്ഷീണത്തിൽ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ ഞാൻ ട്യൂബ് മൈലാഞ്ചിയൊന്നും ഉമ്മാക്ക് അധികം അങ്ങനെ ഇഷ്ടമല്ല. അതുകൊണ്ട് എല്ലാ വർഷവും ഞങ്ങൾ മൈലാഞ്ചി ഇല പറിക്കാൻ പോകുന്നുണ്ട്. പിന്നെ ഈ മൈലാഞ്ചി ഇല തണ്ടിൽ നിന്ന് മൈലാഞ്ചി ഇല വേർതിരിച്ചെടുക്കുന്ന പണി ഞങ്ങൾക്ക് തന്നെയാണ്. അങ്ങനെ ഈ പെരുന്നാൾ ദിവസം നമ്മൾ ഈ അരച്ച മൈലാഞ്ചിയൊക്കെ ഇടുന്നത് ഒരു രസമല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറിക്കാൻ പോയത് കേട്ടോ. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു. ബാങ്ക് കേൾക്കുന്നുണ്ടോയെന്ന് ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയപ്പം ചന്ദ്രനെ കണ്ടു. ഞാൻ എപ്പോൾ ചന്ദ്രനെ കണ്ടാലും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാറുണ്ട്. ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് അധികം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഈത്തപ്പഴവും ആപ്പിളായിരുന്നു ഫ്രൂട്ട്സ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ മാംഗോ ഫ്ലേവറിലെ ജ്യൂസ് ഉണ്ടായിരുന്നു, ടാങ്ക് അതുണ്ടായിരുന്നു. പിന്നെ ചക്കയട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പായതുകൊണ്ട് നമ്മൾ അധികം അങ്ങനെയൊന്നും ഉണ്ടാക്കാറില്ല. അപ്പം പിന്നെ എന്താ പഴത്തിൻ്റെ പേരെനിക്കറിയില്ല, പഴം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെയായിരുന്നു നോമ്പ് തുറക്കാനായിട്ടുണ്ടായിരുന്നത്. ഇന്ന് പിന്നെ പൊരിപ്പായിട്ട് എടുത്തത് വടയായിരുന്നു കേട്ടോ. 3 ഉഴുന്നുവടയായിരുന്നു. അപ്പം ഞാൻ വാങ്ങി കൊടുക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ നോമ്പ് തുറക്കാനുള്ള ഈത്തപ്പഴവും ജ്യൂസും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. 6:38 ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സമയം. 6:45 ആകുമ്പോഴാണ് തോന്നുന്നു വാങ്ക് വിളിക്കുന്നത്. അങ്ങനെ വാങ്കൊക്കെ കൊടുത്ത് നോമ്പൊക്കെ തുറന്നതിന് ശേഷം ഞാൻ നിസ്കരിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് മൈലാഞ്ചി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരച്ച മൈലാഞ്ചിയായിട്ട് ഞങ്ങളിത് മൈലാഞ്ചി ഇടാനായിട്ട് വന്നു. ഇതെൻ്റെ ഇത്താൻ്റെ കൈയാണ് കേട്ടോ. ഓളൊരു പ്രാവശ്യം മൈലാഞ്ചി വെച്ചിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പിന്നെയും അതിൻ്റെ മണ്ടയിൽ കൂടെയാണ് അവളത് ഇടുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അത് ഇട്ടു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇശാനിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്യൂബ് മൈലാഞ്ചി വെച്ച ഡിസൈൻ ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് കേട്ടോ ഇട്ടത്. എനിക്ക് ഇത്താണ് കേട്ടോ ഇട്ടിരുന്നത്. അങ്ങനെ ഈ ഒരു ഡിസൈനാണ് ഞാൻ ഈ പ്രാവശ്യം ഇട്ടത്. പിന്നെ ഈദായ നമ്മുടെ കയ്യിൽ ഒരു ചന്ദ്രൻ മസ്റ്റല്ലേ. അങ്ങനെ ഞാനും ഇത്തായും കൂടെ ഒരു ചന്ദ്രനെ വരച്ച് കുറച്ച് സ്റ്റാർസും ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് രാത്രി കഴിച്ചത് കപ്പയും ബീഫും ആയിരുന്നു. അപ്പോൾ വെറുതെ അങ്ങ് കണ്ടുവിടാതെ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.